രണ്ട് ഒറീസക്കാരും ഒരു ആസാംകാരനും ബ്രാഹ്മണിച്ചാണ്. അവരെ ഞാൻ നോക്കി, അവർ തീവ്രമായിട്ട് ആഗ്രഹം കാണിക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ചുനാൾ നോക്കിയതിനു ശേഷം ഞാൻ ഈശോയുടെ വചനം ഓർത്തു, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാളുകൾ എനിക്കുണ്ട്. ഒരു കുട്ടി ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, അഹിന്ദു വിശ്വാസത്തിൽ വളർന്നു. മറ്റൊരു കുട്ടി ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, ആ വിശ്വാസത്തിൽ വളർന്നു. ആ കുട്ടിയെ തെറ്റു പറയാൻ പറ്റില്ല. നീ എന്തുകൊണ്ട് ഹിന്ദുവായി, എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി, എന്തുകൊണ്ട് ഇസ്ലാമായി ചോദിക്കാൻ പറ്റില്ല. ആ കുഞ്ഞി ചോദിക്കില്ല, എന്തുകൊണ്ട് നീ എന്നെ ഇസ്ലാം മാതാപിതാക്കൾ ജനിപ്പിച്ചത് കൊണ്ടല്ലേ ഞാൻ ഇസ്ലാമായിരുന്നു. അപ്പൊ എവിടെയാണെങ്കിലും ഈ തൊഴുത്തിലേക്ക് വരേണ്ടവരുണ്ടെങ്കിൽ അവരെ തടഞ്ഞു നിർത്താൻ ഭൂമിയിൽ ഒരു ശക്തിക്ക് സാധിക്കില്ല. യേശു എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒറ്റ ക്രിസ്ത്യാനികളില്ല എന്ന് നോക്കണം. ഇന്നത്തെ സ്ഥിതി എന്താണ്? അപ്പൊ ഇത് എന്ന് വരെ തുടരണം? യേശുവിന്റെ രണ്ടാമത്തെ വരെ തുടരേണ്ടതായി. യൂറോപ്പിൽ നിന്ന് കുറച്ച് മിഷണറിമാർ ഇവിടെ വന്ന് 10 പേരുടെ തലയിൽ മാമോദീസ നോക്കി അതുകൊണ്ട് തീരേണ്ടതല്ല. ഇപ്പോഴും ഉണ്ട് അന്യതൊഴുത്തിൽ ഇങ്ങോട്ട് വരേണ്ടവരുണ്ട്. അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആനുകൂല്യം കൊടുത്തല്ല, ഭീഷണിപ്പെടുത്തിയിട്ടല്ല, പ്രലോഭിപ്പിച്ചിട്ടല്ല, വചനം കൊടുത്ത് ക്രിസ്തുവിനെ കൊടുത്തു ഞാനാണ് തീരുമാനിക്കുന്നത്. ഇവർ 3 പേര് തീരുമാനം എടുത്തിരിക്കുക. അവരെ ഞാൻ ശ്രീനഗർ ബിഷപ്പ് ഹൗസിൽ കൊണ്ടുപോയി. എറണാകുളം സ്വദേശി ഫാദർ ഡോമിനിക് കപ്പൂച്ചിൻ അച്ഛനാണ്. ഞാൻ പറഞ്ഞ 12 വർഷം പള്ളിയായിട്ട് ബന്ധമില്ലാതെയാണ് ജീവിച്ചത്. ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു. പിന്നെ പ്രാർത്ഥനാ ഗ്രൂപ്പ് പട്ടാള ക്യാമ്പിൽ അനുദിനമുണ്ട്. ധാരാളം പേര് സ്നാനം സ്വീകരിക്കാൻ താല്പര്യം കാണിക്കുന്നു. ഞാൻ നിരുത്സാഹപ്പെടുത്തി ഈ 3 പേരോട് അച്ഛനും സംസാരിച്ചപ്പോൾ അച്ഛന് മനസ്സിലായി അവർ ദൈവം തെരഞ്ഞെടുത്തത്. പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു. അവർ നമസ്കാരമൊക്കെ പഠിപ്പിച്ചൊരുക്കി. ആ 3 പേര് ഇങ്ങനെ എഴുതിയ ആ സർട്ടിഫിക്കറ്റ്, ഞങ്ങൾ സത്യം അന്വേഷിക്കുകയും സത്യം കണ്ടെത്തുകയും ചെയ്തതിന്റെ വെളിച്ചത്തിൽ സ്വതന്ത്രമായ മനസ്സാലെ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുന്നു. ജമ്മു കാശ്മീർ രൂപതയുടെ പ്രഥമ മെത്രാൻ അഭിയോഗം ഇപ്പോൾ പിതാവിന്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അങ്ങനെ 84 ശ്രീനഗർ ബിഷപ്പ് ഹൗസിൽ വെച്ച് 3 പേര് മാമോദീസ സ്വീകരിക്കുന്ന കാണാനുള്ള ഭാഗ്യം തമ്പുരാൻ എനിക്ക് തന്നു. ഹല്ലേലൂയ. ഇതൊക്കെ കേട്ടിട്ട് ഒരു സന്തോഷം. എന്നാ ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. നല്ല പരിശുദ്ധ കുർബാന വെച്ചിട്ടുണ്ട്, കൈ അടിക്കാമോ ഇല്ലയോ എന്നൊരു ഭയം. അതുകൊണ്ട് അങ്ങനെ ഭയമുള്ളവര് ആ കുർബാന പുസ്തകം എടുത്തിട്ട് നമ്മുടെ അഭിനന്ദ പിതാക്കന്മാര്, സിറോ മലബാർ സഭയിലെ അഭിനന്ദ പിതാക്കന്മാര് കാലഘട്ടം അനുസരിച്ച് സങ്കീർത്തനങ്ങൾ ചേർത്തിട്ടുണ്ട്. കുർബാനയിൽ ഉയർപ്പ് കാലഘട്ടത്തിലെ സങ്കീർത്തനം 47-ാം സങ്കീർത്തനമാണ് ചേർത്തിരിക്കുന്നത്. അതിൽ പറയുന്ന ജനതകളെ കരഘോഷം മുഴക്കിയിരുന്നു കുർബാനയുടെ മധ്യത്തിൽ. ഇത് പറയുന്നത് ശുശ്രൂഷയല്ല, സമൂഹമല്ല, അത് തിരുവസ്ത്രം അണിഞ്ഞ പുരോഹിതനാണ് പറയുന്നത്. കരഘോഷം മുഴക്കുകയും എന്നിട്ട് വലിയൊരു കൈ പൊട്ടിയിട്ടുണ്ടോ കുർബാനയിടയില്? ആ വിവരമായി. ഹല്ലേലൂയ. ഈ ബൈബിളിലും പൊതുവിലുള്ളപോലെ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യിക്കാത്തത്? ചെന്നാരി നോക്കിയപ്പോൾ സഭ സാർവത്രികമാണല്ലോ. ഇപ്പൊ കൈ കെട്ടിയാണെങ്കിലും പള്ളിക്ക് പുറത്താണെങ്കിലും ചേട്ടൻ നിൽപ്പുണ്ട്. ഇനി കൈ പൊട്ടിച്ചു കഴിഞ്ഞാൽ നേരെ പള്ളി കോമ്പൗണ്ടിൽ കാണില്ല, വല്ലയിടത്തും നിർദ്ദേശിച്ചു പോട്ടെ. ഹല്ലേലൂയ. ഇനി പോകേണ്ട വഴിക്ക് തെളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് തെളിക്കുക രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പൊ ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു തോന്നല്, മോനെ അന്ന് 71 യുദ്ധത്തിന് അനേകർ പടഞ്ഞു വീണപ്പോൾ ഒരു വെടിയുണ്ടെന്ന് എന്റെ ചങ്ങിൽ കയറിയിരുന്നെങ്കിൽ നീ ഏത് ജോലിയുള്ള പെണ്ണിന്റെ കഴുത്തിലെ താലി കെട്ടാൻ പോകുന്നു? ഏത് ടീച്ചിങ് ഇൻസ്ട്രക്ടർ ശമ്പളം നീ വാങ്ങാൻ പോകുന്നു? 84 സുവർണക്ഷേത്രത്തിലേക്ക് അയക്കപ്പെട്ട ആയിരങ്ങൾ പടഞ്ഞുകൊണ്ട് ഒരു ബറ്റാലിയൻ തന്നെ തീർന്നപ്പോൾ നീ രക്ഷപ്പെട്ടതിന്റെ കൊണ്ടാണ്. അങ്ങനെ മരണം മുഖാഭിമുഖം കണ്ട ഓരോ നിമിഷങ്ങളെയും മനസ്സിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളിലൊരു ചോദ്യം, അന്ന് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ന് നീ എവിടെയായിരിക്കും? അതിനുശേഷം പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുകയാണ്, എന്തായിരുന്നു നിന്റെ സത്യപ്രതിജ്ഞ? ട്രെയിനിങ് കഴിയുമ്പോഴുള്ള പ്രതിജ്ഞ എന്തായിരുന്നു? അവനവന്റെ മതഗ്രന്ഥം കയ്യിലെടുത്തിട്ട് പറയണം, അവസാനത്തിലൂടെ രക്തം വരെ, ശ്വാസം വരെ, വെടിയുണ്ട വരെ ആകാശത്തിലൂടെയും വെള്ളത്തിലൂടെയും പോകേണ്ടതായി വന്നാലും, ആകാശത്തിലൂടെയും വെള്ളത്തിലൂടെയും തീയിലൂടെയും പോകേണ്ട വന്നാലും രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന സത്യം ചെയ്യേണ്ടത്. ആ ജോലിയുടെ ഭാഗമായിട്ട് ഇത്ര വലിയ സമർപ്പണം നടത്താമെങ്കിൽ എന്തുകൊണ്ട് അതിരുകളില്ലാത്ത ദൈവരാജ്യത്തിന് വേണ്ടി നിന്റെ ശേഷിച്ച കാര്യം നിനക്ക് വിട്ടുകൊടുത്തുകൂടെ? അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. ഇതൊരു മാനുഷിക തോന്നലാണോ, ദൈവത്തിന്റെ ഒരു വിളിയാണോ? ഒരു ഉറപ്പ് കിട്ടണം. ഏത് ദർശനപരമുള്ള ആള് പറഞ്ഞാലും, എനിക്ക് വേണ്ടി ആരെന്ത് പ്രബോധനം പറഞ്ഞാലും എനിക്കൊന്നും വിശ്വാസമല്ലതാണ്. ഇതെന്റെ ജീവിതത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന എനിക്ക് ഉറച്ചൊരു ഒരു തെളിവ് കിട്ടണം. ഈശോയോട് തന്നെ പറഞ്ഞു, കർത്താവ് ഞാൻ അടയാളം 15 വർഷത്തേക്ക് എഴുതി കൊടുത്തൊരു ജവാന് 15 വർഷം കഴിയുമ്പോൾ സർക്കാർ പെൻഷൻ അയക്കും.
പക്ഷെ പ്രൊമോഷൻ ഉണ്ടാകരുത്. എനിക്കുള്ള പ്രൊമോഷൻ അനുസരിച്ച് ഞാൻ 22 വർഷം സർവീസ് ചെയ്യാൻ കടപ്പെട്ടതാണ്. അതിനിടയിൽ വീണ്ടും പ്രൊമോഷൻ കിട്ടും. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് സർക്കാർ എന്നെ പെൻഷൻ അയക്കണമെങ്കിൽ ഞാൻ 32 വർഷം സർവീസ് ചെയ്യണം. പക്ഷെ ഒരു വകുപ്പുണ്ട്, 15 പൂർത്തിയാക്കിയതിനു ശേഷം ഇനി പ്രൊമോഷൻ ഉണ്ടെങ്കിലും ഡിസ്ചാർജിന് അപേക്ഷിക്കാനൊരു വകുപ്പുണ്ട്. അപ്പൊ എൻ്റെ കോറിൽ, എൻ്റെ ട്രേഡിൽ, റാങ്കിൽ ശരാശരി ഇത്ര ജവാന്മാരുണ്ടായിരിക്കുന്ന കണക്കുണ്ട്. അതിൽ കൂടുതലുണ്ടെങ്കിൽ വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പെൻഷനോട് കൂടി ഡിസ്ചാർജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. ഇതൊരു അടയാളമായിട്ട് സ്വീകരിച്ചു. മിലിറ്ററി ജോലി രാജിവെച്ച്, വിവാഹം വേണ്ടെന്ന് വെച്ച്, മരണം വരെ നിനക്ക് വേണ്ടി വേല ചെയ്യണമെന്നുള്ളത് നിന്നിൽ നിന്നാണെങ്കിൽ ഇതാ ഞാൻ ഡിസ്ചാർജിന് അപേക്ഷ കൊടുക്കുന്നു, എനിക്കത് കിട്ടണം. മാനുഷികമാണെങ്കിൽ തള്ളിപ്പോണം. അത് ശ്രീനഗർ ബിഷപ്പ് ഹൗസിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് അപേക്ഷ സമർപ്പിച്ചു. ദൈവഹിതമായിരുന്നത് കൊണ്ട് എനിക്ക് 28 ദിവസത്തിനുള്ളിൽ പെൻഷനോട് കൂടി ഡിസ്ചാർജ് അനുവദിച്ച് കിട്ടി. 84-ൽ ആ മിഷൻ കൊണ്ടോട് വിട പറഞ്ഞ് ഈ ആയുധവുമായിട്ട് അറിഞ്ഞിരിച്ചു. ഇതുകൊണ്ട് വെടിവെച്ചാലിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചത്ത വരെ ജീവിക്കും എന്നുള്ളതാണ്. ആ ഗണ്ണുകൊണ്ട് വെടിവെച്ചാൽ ജീവിച്ചിരിക്കുന്നവർ മരിക്കും. ഇത്രയും വ്യത്യാസമുള്ളൂ. പിന്നീട് വ്യത്യാസം, ഇതിനു വേണ്ടി അനേകം പേര് കൈ നീട്ടാറില്ല. ഈശോ പറഞ്ഞു വിടവ് അധികമാണ്, പക്ഷെ വേലക്കാരില്ല. അന്ന് എറണാകുളത്ത് സമരം നടക്കുമ്പോൾ എറണാകുളം പട്ടണം തൂത്തുവാരാൻ ആൾക്കാരെ ആവശ്യമുള്ളതൊരു പരസ്യം. MA ഉൾപ്പെടെ നീണ്ട നില പ്രത്യക്ഷപ്പെട്ടു. തൂത്തുവാരാൻ, വൃത്തിയാക്കണം, പട്ടണം വൃത്തിയാക്കണം. വനിതാ പോലീസിലേക്ക് ആളെ എടുക്കുന്നു കേട്ട താമസം ഒരു സഹോദരി ഗർഭിണിയായ സ്ത്രീ കങ്കാരു ചാടുന്നവരെ ലോകം ചെമ്പ് ചാടി. ഈ സാധനം ഈ ജോലിയൊന്നും കിട്ടാൻ വേണ്ടി വൈകി കൊച്ചാന്നും പോലും പാപം ഓർത്തില്ല. എന്നിട്ട് കർത്താവ് പറയാണ് ഈ പുള്ളിക്ക് ആളെ കിട്ടാനില്ല പോലും. അങ്ങനെയാണ് 82-84 ജോലി രാജിവെച്ച് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ പിതാവിന് ആ പട്ടാള ക്യാമ്പിൽ പോയി ഒരു കുഞ്ഞിനോട് സുവിശേഷം പ്രസംഗിക്കാൻ വലിയ കാര്യം മാർപ്പാറ്റെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 740 കോടിയിലധികം വരുന്ന ജനത്തിനോട് സുവിശേഷം പ്രസംഗിക്കാൻ അവർ നേതൃത്വം നൽകും, സഭാ നേതൃത്വം നൽകും. ഈ സ്ഥൈര്യ ലേഖനം എന്ന് പറയുന്ന കൂതാശ സ്വീകരിച്ചിട്ട് ക്രിസ്തുവിനെ കുറിച്ച് മാത്രമൊന്നും വേണ്ടിയിട്ടില്ലെങ്കിൽ അയാൾ ഒരു പാപവും ചെയ്തു കാണില്ല. അയാൾ ഒരു താലന്ത് കിട്ടിയ വ്യക്തിക്ക് സമമാണ്. അതിന് കണക്കൂടുകളുടെ 10 കൽപ്പനകൾ ലംഘിച്ചവരെ തള്ളിക്കളയുന്ന അന്തകാലത്തിലേക്കാണ് ആ ഒരു താലന്ത് കിട്ടിയവരെ തള്ളിക്കളഞ്ഞത്. നിന്നെനിക്ക് ഭയമായിരുന്നു. ഞാൻ ഇതുവരെ ഒരു പാപവും ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല, പിടിച്ചുപറിച്ചിട്ടില്ല, മോഷ്ടിച്ചിട്ടില്ല. അവനൊക്കെ തന്നെയാ പറഞ്ഞു, നീ എനിക്കൊരു താലന്ത് തന്നത്, ഞാൻ നശിപ്പിച്ചിട്ടില്ല, നിന്നെ ഭയമായിരുന്നു, ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, എടുത്തുകൊള്ളുക. നമ്മൾ തിന്മ ചെയ്യാതിരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, നമ്മൾ നന്മ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല. ഏറ്റവും വലിയ നന്മ എന്താണ്? വഴിതെറ്റിപ്പോകുന്ന ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നന്മ. ഇത് നമ്മൾ വളരെ പുറകോട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണിത്. ഇപ്പൊ നമുക്ക് സുബോധം വരുമ്പോഴേക്ക് നമുക്കൊന്നും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഇവിടെ സംജാതമായിരിക്കുക. നമുക്ക് നമ്മുടെ മുമ്പിൽ വഴി തുറന്നു കിടന്നപ്പോൾ നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കി കാണില്ല, വേണ്ടത്ര അല്ലെങ്കിൽ പ്രവർത്തിച്ച് കാണില്ല. അല്പാൽപ്പം ബോധം വെച്ച് വന്നപ്പോഴോ നമുക്കിപ്പം ഇടംവലം തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ സാഹചര്യം കടന്നു മതിൽക്കെട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വിവിധ വിളി ഉള്ളവർ ഈ സമൂഹത്തിലുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരല്പസമയം 1 കൊരിന്ത്യസ് 7:17 വ്യാഖ്യാനിക്കാം എന്ന് തോന്നുന്നു. 1 കൊരിന്ത്യസ് അധ്യായം 7:17. കാരണം എല്ലാ വിളിയിൽപ്പെട്ടവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രത്യേകിച്ച് അവിടെ പൗലോസ് പറയുകയാണ്, ഓരോരുത്തരും ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും എനിക്ക് പറയാനുള്ളത്. നമ്മൾ അധികം പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ഹൃദയം തുറക്കണം, ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുന്നത് തലയിൽ മാത്രം നിറയ്ക്കാനല്ല, അത് ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ, ജീവിക്കാൻ പരിശുദ്ധാത്മാവ് ഉൾക്കാഴ്ച തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു. ഇവിടെ പറയുക, ഓരോരുത്തരും ദൈവത്തിന്റെ നിയോഗവും വിളിയും അനുസരിച്ച് ജീവിതം നയിക്കട്ടെ. ഇതാണ് എല്ലാ സഭകളോടും എനിക്ക് പറയാനുള്ളത്. വിളി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൗരോഹിത്യം, സന്യസ്തം, നിയമവിളിയുണ്ടോ, തമ്പുരാന്, ദാമ്പത്യം. ഇനി നിങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ ഏകസ്ഥര്. ഹല്ലേലൂയ.
അപ്പം വേണ്ട കുട്ടിയൊക്കെ ഏകസ്വര കുട്ടിയാരെ മനസ്സുണ്ടെങ്കിൽ ലിസ്റ്റിൽ കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ 3 മതി. പൗരോഹിത്യം, സന്യാസം, ദാമ്പത്യം. ഈ 3 കൂട്ടരെ ദൈവം ചില പ്രത്യേക നിയോഗം ഏർപ്പെടുത്താറുണ്ട്. അമ്മയുടെ ഡയറക്റ്റ് അച്ഛൻ്റെ നിയോഗമായിരുന്നു ഈ ആശ്രമം. ഇവിടെ പോകണം. അന്നിവിടുത്തെ പ്രാരംഭഘട്ടത്തിൽ വേണ്ടുന്ന വേറെ സ്ഥലത്ത് പോയാൽ ഇടവക വികാരിയായി കിട്ടുന്ന അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോയാൽ കിട്ടുന്ന സൗകര്യം ഒരു പക്ഷേ അച്ഛനുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അത് സീരിയസായി ഏറ്റെടുത്തു. കാരണം തമ്പുരാനൊരു പദ്ധതിയുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാനെ കുറിച്ച്, യോഹന്നാന്റെ വിളി എന്താണെന്ന് അറിയില്ല, ഭാര്യയും മക്കളും ഉണ്ടായിരുന്നോ ഇല്ലെന്ന് അറിയില്ല. ഏതായാലും യോഹന്നായ്ക്ക് ഒരു നിയോഗം ഉണ്ടായി. എന്താണത്? അവിടെ നിന്നിൽ 1,20,000 പരം ആൾക്കാര് അവരിങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുക. ദൈവഹിതം എന്താണ് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടുക. അപ്പൊ അവർ സത്യത്തിൽ അവർ തെറ്റ് ചെയ്യുന്നത് അറിവില്ലായ്മ ഉണ്ട്. അതുകൊണ്ട് യോഹന്നാൻ, നീ നിനിവേ പോയിട്ട് ഒന്ന് പ്രസംഗിച്ചേരണം. ഈ പോക്ക് നാശത്തിലേക്കാണ്. ദൈവഹിതത്തിന് കീഴ്പ്പെടണം, ദൈവത്തിന്റെ മാർഗത്തിലൂടെ ചരിക്കണം, അതിൽ നിനക്ക് സമാധാനം തരും, നിന്റെ മക്കൾക്ക് സമാധാനം തരും എന്നൊക്കെ ഒന്ന് പോയി പറഞ്ഞേക്കണം. പോകേണ്ട ആവശ്യമുള്ളൂ. യോഹന്നാൻ നോക്കിയപ്പോൾ ഇതൊരു വില കുറഞ്ഞ പരിപാടിയാണ്. ഈ അടുത്ത നാൾ ചെറുപ്പക്കാരൻ പറഞ്ഞായിരുന്നു, അങ്ങനെ ധ്യാനമന്ദിരത്തില് ശുശ്രൂഷ പാട്ട് പാടി ശുശ്രൂഷ. ഇപ്പൊ വിവാഹബന്ധനം വന്നു കഴിഞ്ഞപ്പോൾ ചെറുക്കൻ എന്താ ജോലി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ജോലിയൊന്നുമില്ല, പിന്നെ ധ്യാന ടീമിൽ പാടാൻ പോവുക, ധ്യാന ടീമിൽ പാടാൻ പോവുക. എൻ്റെ മോളെ തരില്ല ഹരിയ. അതേ സമയത്ത് അവൻ വല്ല ബ്ലേഡ് കമ്പനി നടത്തുകയാണെങ്കിൽ അവിടെ മകളെ വിടും. തലമുറയ്ക്ക് ശാപം കിട്ടുന്ന പണിയായിരിക്കും ചെയ്യുന്നത്. പക്ഷെ കുഴപ്പമില്ല, മാന്യതയുണ്ട്. ദൈവവേല ചെയ്യുന്നത് മാന്യത കുറഞ്ഞ പണിയാണ്. ഒരു പുച്ഛഭാവം പാടാൻ പോകുന്നത്. അപ്പൊ യോഹന്നാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു അന്തസ്സില്ലാത്ത പണിയാണ്. നിനിവേ പോയി കർത്താവ് ഇങ്ങനെ പറയുന്നു, കർത്താവ് അങ്ങനെ പറയുന്നു പറയാം. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടായെങ്കിലോ എന്ന് കരുതി തൽക്കാലം ഒന്ന് ഒളിച്ചു ഓടുക. എന്നിങ്ങനെ ട്രെയിനും ഒന്നുമില്ലല്ലോ, കപ്പലാണ്. എങ്ങോട്ടുള്ള കപ്പല? എങ്ങോട്ടായാലും വേണ്ടില്ല. താർഷീസ് ടിക്കറ്റൊക്കെ എടുത്ത് കപ്പലിൽ കയറി കൂടി. തീരം വിട്ട് കുറയും ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല കാറ്റ് സ്വാഭാവികമാണ്. കാറ്റ് കൂടി വരിക. ഇനി മുന്നോട്ടുള്ള യാത്ര സാധ്യമല്ലാത്തൊരവസ്ഥയായി. മാത്രമല്ല ഈ കപ്പൽ മുങ്ങുന്നൊരവസ്ഥയായി. ഇനി ജീവനേക്കാൾ വലുതായിട്ട് എന്താ ഉള്ളത്? കോടിക്കണക്കിന് വിലപ്പിടിപ്പുള്ള ചരക്കൊക്കെ വലിച്ചെറിഞ്ഞ് കപ്പലിന്റെ ഭാരം കുറയ്ക്കുക, മാനുഷ്യമായ രീതിയിൽ രക്ഷപ്പെടാനുള്ള മാർഗം അതെല്ലാം നോക്കി. പക്ഷെ വലിയ രക്ഷയില്ലാത്തൊരവസ്ഥ. ഇത് പലപ്പോഴും വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനുഭവിച്ചെങ്കിൽ ഇതിനെ അധികമുള്ളൂ. അൻഡമാനിൽ ഒരു ധ്യാനത്തിന് പോയി തിരിച്ചു വരുമ്പോൾ കാലാവസ്ഥ മോശമായതുകൊണ്ട് പ്ലെയിനിലുള്ള പൊരിച്ച് നടന്നില്ല, കപ്പലിലാണ് വരുന്നത്. 3 ദിവസത്തെ യാത്രയാണ് അൻഡമാനിൽ നിന്ന് മദ്രാസിലേക്ക്. ഒരു വലിയൊരു കപ്പല്, ആയിരക്കണക്കിന് ആൾക്കാർ യാത്ര ചെയ്യാണ്. ബഹുനില കപ്പൽ. അതിങ്ങനെ ആടി പറയാൻ തുടങ്ങി. അപ്പൊ എന്റെ ധൈര്യം, എൻ്റെ ആദ്യത്തെ അനുഭവം കപ്പൽ യാത്ര. ഇതിങ്ങനെയായിരിക്കും, വെള്ളത്തിൽ പോകുമ്പോൾ ഇത്രയും വലിയ സാധനമല്ലേ, ആടി അറിയുമായിരിക്കുന്നതിൽ ഞാൻ ശാന്തമായിട്ടിരിക്കുക. അപ്പൊ പക്ഷമായിട്ടൊരു മലയാളി മൊഴിയിൽ വന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറിന് എങ്ങനെയാണോ അതിന്റെ പോക്ക്? അപ്പൊ അയാളൊരു പരിഭ്രാന്തിയോടുകൂടി പറയും, ഞാൻ 10 കൊല്ലമായി കപ്പലിൽ ജോലി ചെയ്യുന്നു, ഇതുപോലത്തെ അനുഭവം ആദ്യമാണ്. അപ്പോഴാണ് എന്റെ ക്യൂവേറ്റ് ആന്തരം ഇങ്ങോട്ട് കയറി. ഇതുവരെ ഞാൻ വിചാരിച്ച സ്വാഭാവികമാണെന്ന് വിചാരിച്ചോണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നോക്കി, ഈ നമ്പർ മുതലുള്ളവർ ഒരു അപകടം ഉണ്ടായി ഇന്ന പോട്ടെ കയറണം, ആദ്യം സ്ത്രീകളെ കയറ്റണം, കുട്ടികളെ കയറ്റണം, പുരുഷന്മാരെ കയറ്റണം. അപ്പൊ ഇതൊക്കെ ഞാൻ നോക്കി വെക്കുക, കയറാനുള്ള സ്ഥലവും ഞാൻ രക്ഷിക്കേണ്ടവരെയൊക്കെ. അപ്പൊ ഇങ്ങനെ കൊടുങ്കാറ്റ് വന്ന സമയത്ത് ഭാരം കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. മനുഷ്യ പ്രയത്നം മുഴുവൻ പരാജയപ്പെട്ടു. പിന്നെയാണല്ലോ ചില ദൈവത്തിലേക്ക് തിരിയുന്നു. ഈ സമയത്ത് പറഞ്ഞ മക്കളെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ യുക്തിവാദിയാണ്, ഞാൻ ഈ വാദിയാണെന്ന് ആരും പറഞ്ഞില്ല. ഉയർന്ന സ്വരത്തിലുള്ള ചന്ത് തകർന്നുള്ള പ്രാർത്ഥന. സങ്കീർത്തനം 34 പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന്. പക്ഷെ ഇവരുടെ സമയത്തും കർത്താവില്ലായിരുന്നു. അതിനാണ് പേര് പറയുന്നത് വിവേചനവരം എന്ന് പറയും. വിവേചനവരം. നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടുള്ള ചില തകർച്ചകൾ ഉണ്ടാകും. അതിന് നമ്മൾ അതിസ്വാഭാവിക നിറം കൊടുക്കേണ്ട. ആരോ കൂടോത്രം ചെയ്തതാണ്, വീട്ടിലിരിക്കുന്ന സ്ഥലത്തിന്റെ കുഴപ്പമാണ്, പൂർവികരുടെ പാപമാണ്, പൂർവികരുടെ ശാപമാണ്. അതിനങ്ങനെ അതിസ്വാഭാവിക നിറമൊന്നും കൊടുക്കേണ്ട. അത് സ്വാഭാവികമായിരിക്കും. എന്നാൽ ചിലത് അതിസ്വാഭാവിക തകർച്ച വരുമ്പോൾ സ്വാഭാവികം എന്ന് പറഞ്ഞ് കണ്ണടച്ചിടാതെ. തിരുവനന്തപുരത്തെ സ്ഥലത്ത് കൺവെൻഷൻ നടക്കുക. സ്റ്റേഡിയത്തിൽ 20,000 പരം ആൾക്കാരുണ്ട്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ കാൽക്കൽ വീണ്
ബ്രദറെ രക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പൊ മുനിസിപ്പൽ സ്റ്റേഡിയമാണ്. ഒരുപക്ഷെ ഞാൻ വിചാരിച്ച് മദ്യ ലഹരിയിലായിരിക്കുക. പക്ഷെ അയാൾ മദ്യപിച്ചിട്ടൊന്നുമില്ല. അയാൾ പറയുകയാണ് ഞാൻ 12 മക്കളായിരുന്നു. ഈ 12 മക്കളിൽ 10 പേരും മരിച്ചു. ഈ മരിച്ചതൊന്നും സ്വാഭാവിക മരണമായിരുന്നില്ല, ദുർമരണമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. 2 പേരും ഇപ്പൊ ബാക്കിയുള്ളൂ. ഞാൻ അയാളോട് പറയുന്നത് സാരമില്ല, സ്വാഭാവികമെന്ന് പറയണം.